പരിശോധനാ ഫലം നിർണായകമാകും. ചോദ്യം ചെയ്യലിനോട് പ്രതികരിക്കാതെയും വാ തുറന്നാൽ പരസ്പര വിരുദ്ധമായ മറുപടികൾ പറഞ്ഞും അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിക്കുകയാണ് സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാനാണ് അടുത്ത നീക്കം. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നു എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന്റെ പ്രതികരണം. നമ്മളിതിൽ ആവശ്യമുള്ള സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് സമഗ്രമായിട്ട് നമ്മൾ നോക്കുന്നതാണ്. അവിടത്തേക്ക് എല്ലാ അവിടുത്തെ മിസ്സിംഗ് കേസസ് ഇത് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ട് അന്വേഷണം ചെയ്യുന്നതാണ്. വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴിയും റാഫി കരീമും ഷഫീദ് റാവുത്തറും ചേരുന്നുണ്ട്. ആദ്യം അശ്വിൻ പാലാഴിയിലേക്കാണ്. അശ്വിൻ, ഇതിൻ്റെ അന്വേഷണത്തിൽ വെല്ലുവിളിയാവുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. സെബാസ്റ്റ്യനിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടെങ്കിലും ശാസ്ത്രീയമായി അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് പ്രധാനം. അതിൽ ഈ DNA പരിശോധനാ ഫലം ലഭ്യമാകേണ്ടതുണ്ട്. അതിനുശേഷമേ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവൂ. ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ചോദ്യങ്ങളോട് പരസ്പര വിരുദ്ധമായ മറുപടി, ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്ത സമീപനമാണ് പ്രതിയിൽ നിന്നുണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഭാര്യയെ വിളിപ്പിച്ച് ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുന്നതടക്കം എന്തൊക്കെ തുടർ നീക്കങ്ങളാണ് ഈ മണിക്കൂറുകളിൽ ഇനി ഉണ്ടാവാൻ പോകുന്നത്? അശ്വിൻ പാലാഴി. രജിത്ത്, കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു പ്രതി സെബാസ്റ്റിനെ. അതിനുശേഷം 5-ാം ദിവസമാണ് നിലവിൽ കസ്റ്റഡി. ഇന്നത്തേക്ക് 5 ദിവസമാവുകയാണ്. ഈ 5 ദിവസത്തെ ചോദ്യം ചെയ്യലിലും ഒരു അക്ഷരം വിട്ടുപറയാനോ ഈ കേസിന് ഗുണപരമാകുന്ന ഒരു വാക്ക് സെബാസ്റ്റിനിൽ നിന്ന് കിട്ടുകയോ അന്വേഷണ സംഘത്തിന് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ മുന്നോട്ടുള്ള ദിവസം കൂടി മാത്രമാണ് സെബാസ്റ്റിന്റെ കസ്റ്റഡി കാലാവധി ഉള്ളത്. അതിനുള്ളിൽ ഈ കേസിലേക്ക് ഗുണപരമാകുന്ന ശരി, ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് അശ്വിൻ പാലാഴിയിലേക്ക് എത്തുന്നതിന്. അത് പരിഹരിച്ചതിന് ശേഷം അശ്വിനിലേക്ക് ഉടൻ തന്നെ എത്താം. ഇപ്പോൾ റാഫി കരീം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. റാഫി, ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു നീക്കം സെബാസ്റ്റ്യന്റെ ഭാര്യയെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുക, ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. പ്രതി പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങളോടും സഹകരിക്കുന്നില്ല. അവ്യക്തമായ മറുപടികൾ നൽകുന്നു. വലിയ കോൺഫിഡൻസോടുകൂടി ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഭാര്യയെ വിളിച്ച് ചോദ്യം ചെയ്യുക എന്ന അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കത്തെ എങ്ങനെയാണ് കാണേണ്ടത് റാഫി? റിജിത്ത്, തീർച്ചയായും വളരെ നിർണായകമായ ഒരു നീക്കമാണ് സെബാസ്റ്റ്യന്റെ ഭാര്യയെയും സെബാസ്റ്റ്യനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളത്. അത് ഈ അന്വേഷണ സംഘം കരുതുന്നത് ഈ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ്. കാരണം പലതവണ അന്വേഷണ സംഘം ഇതിനോടകം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു, മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു കഴിഞ്ഞു. കാരണം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. പിന്നീട് 28-ാം തീയതി, കഴിഞ്ഞ മാസം 28-ാം തീയതി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2 SIM കാർഡുകളും അസ്ഥിഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘം നടത്തി. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ഇത് സമയത്തൊന്നും സെബാസ്റ്റ്യന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. അതിനുശേഷമാണ് അന്വേഷണ സംഘം സെബാസ്റ്റ്യനുമായി ഈ ആലപ്പുഴയിലെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിയത്. ഇവിടെയും ഇന്നലെ നിർണായകമായ ഘട്ടത്തിലുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന തരത്തിൽ അന്വേഷണ സംഘം വീടിനകത്ത് വെച്ച് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു. അപ്പോഴും അന്വേഷണ സംഘത്തിന് സഹായകരമാകുന്ന ഒരു വിവരവും സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞില്ല. എന്നാൽ ഇന്ന് സെബാസ്റ്റ്യനെയും ഭാര്യയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിക്കുന്നത് ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം, അതായത് 2008-ലാണ് സെബാസ്റ്റ്യന്റെ വിവാഹം നടക്കുന്നത്. 2008 മുതൽ 2025 വരെയും ഇവർ ഒരുമിച്ചായിരുന്നു. ഈ വർഷങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങളാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ സെബാസ്റ്റ്യന്റെ ആക്ടിവിറ്റികൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സെബാസ്റ്റ്യൻ പറയുന്ന കഥകളും കാര്യങ്ങളും എല്ലാം അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടതുണ്ട്. ആ നിലയിലുള്ള വിവരങ്ങളായിരിക്കും പ്രധാനമായും സെബാസ്റ്റ്യന്റെ ഭാര്യയിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിക്കുക. ഒപ്പം തന്നെ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് പറയുന്ന പലതരത്തിലുള്ള കാര്യങ്ങളെയും ഡീകോഡ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഒപ്പം തന്നെ സെബാസ്റ്റ്യനോട് അന്വേഷണ സംഘം ചോദിക്കുന്ന പല ചോദ്യങ്ങളോടും മൗനമാണ് മറുപടിയായി നൽകുക, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നിൽ, അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് അവ്യക്തമായ പല മറുപടികളും നൽകും. ഇതിൽ നിന്നെല്ലാം മാറ്റമുണ്ടാകുമെന്നുള്ളതാണ്. ഈ ഭാര്യയെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ 17 വർഷക്കാലത്തെ
വിവരങ്ങൾ ചോദിച്ചറിയുമ്പോൾ ഇതിനെല്ലാം മാറ്റമുണ്ടാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ DNA പരിശോധനാ ഫലം അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും. ഈ ശരി, റാഫി കരീമാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. സെബാസ്റ്റ്യന്റെ ഭാര്യയെ കൂടി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ച് ഇരുവരെയും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുന്ന നിർണായകമായൊരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അശ്വിൻ പാലാഴി നമുക്കൊപ്പം തുടരുന്നുണ്ട്. അശ്വിൻ, ഇതിൽ ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സെബാസ്റ്റ്യനിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് ഘടകങ്ങൾ, സാഹചര്യ തെളിവുകൾ, ആ വീട്ടിലെ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ അതിനൊക്കെ തെളിവുകളുടെ ഒരു പിൻബലം ആവശ്യമുണ്ട്. ഈ ഘട്ടത്തിൽ ശാസ്ത്രീയ തെളിവുകളല്ല അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ളത്. പക്ഷേ നാളെ അത് ഈ DNA പരിശോധനാ ഫലമടക്കം അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് വരും. അവിടെ ഈ ശാസ്ത്രീയ തെളിവുകൾ നിരത്തി പ്രതി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സെബാസ്റ്റ്യൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുരുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണോ ക്രൈംബ്രാഞ്ച് വെച്ചു പുലർത്തുന്നത്? അശ്വിൻ. രഞ്ജിത്ത്, അങ്ങനെ ഒരു ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള വലിയ വെല്ലുവിളി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഇന്നലെ വലിയ പ്രതീക്ഷയോടെ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ 7 മണിക്കൂറിലധികം നീണ്ട പരിശോധന നടത്തിയെങ്കിലും കേസ് ഫ്രെയിം ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു തെളിവും അവിടെ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അസ്ഥികൾ ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. 64 അസ്ഥികളാണ് ഇന്നലെ അവിടെ നിന്ന് ശേഖരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അത് പോലീസ് തന്നെ പറയുന്നത് കഴിഞ്ഞ തവണ കണ്ടെത്തിയ അസ്ഥികളുടെ ബാക്കിയാണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം അന്ന് കിട്ടിയ അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ്, അതിനോട് ചേർന്ന് നിന്ന് തന്നെയാണ് ഈ അവശേഷിച്ച അസ്ഥികൾ കൂടി ഇന്നലെ കണ്ടെടുക്കാനായത്. അതിനുമപ്പുറത്തേക്ക് മറ്റൊന്ന് എന്ന് പറയുന്നത് ഒരു കൊന്തയാണ്. അത് കെടാവർ നായ കണ്ടെത്തിയ കൊന്തയാണ്. അതിലൊരു പ്രതീക്ഷയുള്ളത് കെടാവർ നായ സാധാരണ നിലയിലുള്ള ഒരു കൊന്ത കണ്ടെത്തില്ല. കെടാവർ നായ പരിശീലിപ്പിച്ചിരിക്കുന്നത് മൃതദേഹവും മൃതദേഹാവശിഷ്ടങ്ങളും ഒക്കെ ബന്ധപ്പെട്ട പരിശീലനങ്ങളാണ് അതിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആ കൊന്തയിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. അതിന്റെയും ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അതൊരു അന്വേഷണത്തിന് ഗുണകരമായ തെളിവാണ് എന്ന് പറയാനാവൂ. മറ്റൊന്ന് ഒരു ലേഡീസ് ബാഗിന്റെ അവശിഷ്ടമാണ്. അത് കിട്ടിയത് ഈ ഒരു കുളത്തിൽ നിന്നാണ്. അതും ഒരു അന്വേഷണത്തിന് പുരോഗതി ഉണ്ടാക്കുന്ന ഒരു തെളിവ് എന്ന് പറയാനാവില്ല. ഇനി പ്രതീക്ഷ എന്ന് പറയുന്നത് DNA പരിശോധനാ ഫലമാണ്. ഈ അസ്ഥികളുടെ DNA പരിശോധനാ ഫലം ഈ കാണാതായ 3 സ്ത്രീകളിൽ ആരുടേതെങ്കിലും ആണ് എന്ന് തെളിഞ്ഞാൽ അത് അന്വേഷണത്തെ വലിയ തോതിൽ സഹായിക്കുന്ന, പുരോഗതി ഉണ്ടാക്കുന്ന ഒരു ശാസ്ത്രീയ തെളിവായി തന്നെ അവശേഷിക്കും. ഒപ്പം മറ്റ് ശാസ്ത്രീയ രീതിയിലുള്ള അന്വേഷണവും പരിശോധനകളുമൊക്കെ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും DNA പരിശോധനാ ഫലം എത്രയും വേഗത്തിൽ കിട്ടാനുള്ള സമ്മർദ്ദം ഇതിനോടകം തന്നെ അന്വേഷണ സംഘം ചെലുത്തിയിട്ടുണ്ട്. അത് ഇന്നോ നാളെയോ കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ. കിട്ടിയില്ല എങ്കിൽ കസ്റ്റഡി കാലാവധി കഴിയും. അത് വലിയ പ്രതിസന്ധി വീണ്ടും ഈ അന്വേഷണത്തിൽ ഉണ്ടാക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.